നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1-ാമത്തെ ശ്ലോകം. അഥ മൈനമാവാഹമനീയോ ശശാസ പ്രാണ ആകാശോ ദ്വൈർവിദ്യുതിരി യ ഏഷ വിദ്യുതി പുരുഷോ ദൃശ്യത്തെ സോഹമസ്മി സ ഏവാഹമസ്മീതി. അങ്ങനെ കിഴക്കുള്ള അഗ്നി, ആഹവനീയ അഗ്നി എന്നാണ് എൻ്റെ പേര്, അവനെ ഉപദേശിച്ചു. ശ്വാസം, ആകാശം, അന്തരീക്ഷം, ഇടിമിന്നൽ എൻ്റെ രൂപങ്ങളാണ്. പക്ഷേ ഇടിമിന്നലിലുള്ള പുരുഷൻ ഞാൻ തന്നെയാണ്. 2-ാമത്തെ ശ്ലോകം. സയ ഏതമേവം വിദ്വാൻ ഉപാസ്തേമഹതേ പാപകൃത്യാം ലോകീ ഭവതി സർവഭായുരേതി ജോഗ്ജീവതി ദാസ്യാവര പുരുഷാഃ ക്ഷീയന്ത ഉപവയം തം ഭുഞ്ജാനോസ്മിംശ്ച ലോകേമുഷ്മിംശ്ച ഏതമേവം വിദ്വാൻ ഉപാസ്തേ. ഇതറിയുന്നവൻ അഗ്നിയെ ധ്യാനിക്കുന്നു, പാപകർമ്മങ്ങളെ നശിപ്പിക്കുന്നു, ഈ ലോകത്തിന്റെ അധിപൻ ആകുന്നു, ജീവിതം മുഴുവനായി ജീവിക്കുന്നു, പ്രഭയോടെ ജീവിക്കുന്നു, അവന്റെ പിൻഗാമികൾ നശിക്കുന്നില്ല, ഈ ലോകത്തിനും അപ്പുറവും ഞങ്ങൾ അവനെ സേവിക്കുന്നു. ഇതറിഞ്ഞ് അവൻ അഗ്നിയിൽ ധ്യാനിക്കുന്നു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ സ അഹം സോഹം എന്നുള്ള ആ ഒരു തത്വത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എല്ലാം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ്. അങ്ങനെ ഇവോൾവ് ചെയ്ത് യഥാർത്ഥത്തിൽ ഭഗവാൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാനെന്ന് പറയാൻ അവിടെ ആരും ഉണ്ടാവില്ല. അവിടെ പ്രവൃത്തികൾ മാത്രം നിർവഹിക്കപ്പെടും. അതാണ് അകർമ്മത്തിന്റെ സ്ഥിതി. ഭഗവാൻ പറയുന്നത് നമേ കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ. കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ കർമ്മം ഒന്നും ബാധിക്കാത്ത രീതിയിൽ. കർമ്മമില്ലാതെ പ്രപഞ്ചം നിലനിൽക്കില്ല.
എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ പറയുന്നത്. കർമ്മം അതാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം. കർമ്മം എന്ന് പറയുമ്പോൾ ആ വൈബ്രേഷൻസ് ഉദ്ഭവിക്കുന്നത് ഞാൻ ഉണ്ടാവുന്നത്. ഞാൻ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ഇല്ല. അങ്ങനെ ഒരു പ്രപഞ്ചം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടി ആലോചിക്കാൻ പറ്റില്ല. അങ്ങനെ ആലോചിക്കാൻ തന്നെ ആളില്ല. അപ്പൊ നമ്മുടെ ചർച്ച നടക്കുന്നത് ഞാൻ എന്നുള്ള സ്റ്റേറ്റിൽ നിന്നാണ്. അബ്സല്യൂട്ട് അവിടെ ഉണ്ടായിരിക്കാം എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിലുണ്ട്. ഡിസോൾവ് ചെയ്താൽ അവിടെയും വിൽ നിലനിർത്താൻ സാധിക്കുന്ന സ്പെഷ്യൽ പേഴ്സണാലിറ്റി, അതാണ് ബാബുജി മഹാരാജ്. അവിടെയും ബോധം നിലനിർത്തി, ബോധത്തിന്റെ സൂക്ഷ്മമായ സ്ഥിതി നിലനിർത്തിക്കൊണ്ട് അബ്സല്യൂട്ട് സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു കപ്പാസിറ്റി, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റ്. പക്ഷെ അപ്പോഴേക്കും പൂർണ്ണമായിട്ട് വിൽ കയ്യിൽ ആയിക്കഴിഞ്ഞിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ വില്ല് ഡെവലപ്പ് ചെയ്ത് അവസാനം വില്ല് തന്നെ സറണ്ടർ ചെയ്യാണ്. വില്ല് വളർത്തി നമ്മുടെ പ്രവൃത്തികളെല്ലാം സത്യസന്ധത പുലർത്തി യജ്ഞഭാവത്തിന് ഒരു സ്വാർത്ഥതയില്ലാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് വില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. സ്വാർത്ഥത വരുമ്പോൾ വില്ല് പോകുന്നു. കാരണം സ്വാർത്ഥത നമ്മളെ കംഫോർട്ട് സോണിലേക്ക് തിരിച്ചു വിടും. നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത് സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണെങ്കിൽ അത് നമ്മളെ താഴ്ത്തണം. അതാണ് പാപം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങളെ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന വില്ലൊക്കെ ശരിക്കും നമ്മളെ പാവത്തിലേക്ക്, പാവം എന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്കാരങ്ങളിലേക്ക് താഴേക്ക് ഡിസെൻഡ് ചെയ്യും. നേരെ മറിച്ചിട്ട് സെൽഫ്ലെസ് ആയിട്ട് കർമ്മങ്ങൾ നമ്മളെ യഥാർത്ഥ ഡിവൈൻ വില്ലേക്ക് കണക്ട് ചെയ്യും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹം മാത്രമാണ് ഡിവൈൻ വില്ല്, സ്നേഹം മാത്രമാണ് ഫ്രീ വില്ല്. നമുക്ക് ഫ്രീഡം ഉള്ളത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. മറ്റതില് ഫ്രീഡം ഉണ്ടെന്ന് തോന്നുകയാണ്, ശരിക്കും നമ്മൾ ബന്ധനസ്ഥരാവുകയാണ്. അത് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് കടന്നു പോകുമ്പോഴും നമ്മൾ അത് തന്നെയാണെന്ന് തിരിച്ചറിയണം. അതാണ് ഇവിടെ പറയുന്നത്, ഞാനും അത് തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ യൂണിവേഴ്സ് ഒപ്പം സഞ്ചരിക്കും. അതുവരെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കോൺഷ്യസ്നസ് ലെവലും നമ്മുടെ കൂടെയുണ്ട്, ഒന്നും താഴേക്ക് വലിക്കുന്നില്ല. കാരണം പൂർണ്ണ ജ്ഞാനം എത്തിക്കഴിഞ്ഞു. ഒരു വലിയൊരു സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായിട്ട് അധിപൻ ആയി എന്നാണ് എൻ്റെ അർത്ഥം. ഒരു തരത്തിലും ഒരു താഴേക്ക് അനുസരണക്കേടില്ല നമ്മുടെ ഉള്ളിൽ. നമ്മുടെ പേഴ്സണാലിറ്റീസിന് അനുസരണക്കേടില്ല. നമ്മുടെ ഉള്ളില് അനുസരണക്കേടാണ്. കണ്ണ് പറയുന്നത് ചെവി കേൾക്കില്ല, ചെവി പറയുന്നത് നാവ് കേൾക്കില്ല. അങ്ങനെ കൺഫ്യൂഷൻസ് ആണ്. ഏത് പറയണത് കേൾക്കേണ്ടതെന്ന് അറിയാതെ ഞാൻ അങ്ങോട്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് മോക്ഷപ്രാപ്തിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ചിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന മാന്യം എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ നിമിഷം ഡിസൈഡ് ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കും. മറ്റതൊക്കെ അതിനോട് കോപ്പറേറ്റ് ചെയ്യും. അവിടെയാണ് വിസ്ഡം എന്നത്. നമ്മള് ഒരു ഡാൻസ് നടക്കുകയാണെന്ന് വെച്ച് നോക്കും. ഡാൻസ് ചെയ്യുന്ന ഡാൻസർ അദ്ദേഹത്തിന്റെ കണ്ണ് പോകുന്നിടത്തേക്ക് കൈ പോകണം, മനസ്സ് അങ്ങനെ തന്നെ പോകണം. അത് എന്താണോ മനസ്സിന് ഉദ്ദേശമുള്ളത് അത് തന്നെ പ്രകടമാവും വേണം. ഇത് ഏറ്റവും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഡാൻസ് ഡിവൈൻ ഡാൻസ് ആയിട്ട് മാറും. അങ്ങനെ 100% ഡിവൈൻ ഡാൻസ് മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മനുഷ്യനില്ലാണ്ടേ പോകും. കാരണം അവിടെ ഒരു സങ്കല്പമുണ്ട്, എന്റെ പെർഫോമൻസ് നന്നാവണം എന്നൊരു ചിന്തയ്ക്ക് കൂടി അവിടെ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കിട്ടാം. ഇപ്പൊ ഒക്കെ സ്വാർത്ഥത വരുന്നുണ്ട്. ഡിവൈൻ ഡാൻസിൽ സ്വാർത്ഥതയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം കോപ്പറേറ്റ് ചെയ്യും. ആ ഒരു ഡിവൈൻ ഡാൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ചാന്തോക്യ ഉപനിഷത്തില് നമ്മളെ ആ ദിവ്യമായിട്ടുള്ള ഹാർമണിയിൽ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന സാമനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ജീവിതം നയിക്കുന്ന എങ്ങനെ എന്നാണ് കാണിച്ചു തരുന്നത്. അതാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കും. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് എല്ലാ ഉപനിഷത്തുകളുടെയും സാരാംശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉപനിഷത്തുകളല്ല, ഇതുവരെ ഉണ്ടായിട്ട് എല്ലാ സ്ക്രിപ്റ്റേഴ്സും എന്തൊക്കെ ഉണ്ടോ എല്ലാ മാസ്റ്റേഴ്സും അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഹാർട്ട്ഫുൾനെസ്. പൂർണ്ണമായിട്ടും ആ എസെൻസിൽ കണക്റ്റഡ് ആയിട്ട് ആ ഋതത്തിൽ മാത്രം ജീവിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം തന്നെത്താനെ ഫോളോ ചെയ്തോളൂ. ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, എവറിത്തിങ് വിൽ ബി ഗിവൺ എന്നാണ്. നോളജും പവറും ഒക്കെ വേണ്ട സമയത്ത് നൽകപ്പെടുന്നു. നമ്മൾ ഒബേ ചെയ്താൽ മാത്രം മതി. സറണ്ടർ എന്ന് പറയുന്ന ഒബീഡിയൻസിലൂടെയാണ് വരുന്നത്.
അപ്പൊ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒബീഡിയൻസിൽ എത്താൻ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രാർത്ഥനാഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, ഇതാണ് നമ്മുടെ ഈ ആധ്യാത്മിക യാത്രയുടെ യഥാർത്ഥത്തിലുള്ള ഫോക്കസ്. അപ്പൊ അങ്ങനെ എന്തൊക്കെ അറിവ് നേടിയാലും ഈ അറിവൊക്കെ അങ്ങേക്ക് ഉപയോഗിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാസ്റ്ററിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പല ലെവൽസിലുള്ള പോണ്ട കാര്യം ഒറ്റയടിക്ക് തന്നെ അവിടെ എത്തി, സെന്ററിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഓരോ ലെവൽസും ഇങ്ങനെ പഠിച്ച് 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 പോണ്ട കാര്യമില്ല. ഫസ്റ്റ് തന്നെ ഹയസ്റ്റ് അറിവാണ് നമുക്ക് നൽകുന്നത്. പക്ഷെ ദാജി പറയുന്നത് ഹയസ്റ്റ് ഡോസ് ആന്റിബയോട്ടിക് തന്നു ട്രീറ്റ്മെന്റ് ഉള്ള അത് നമ്മൾ ഫോളോ ചെയ്താൽ ബാക്കിയെല്ലാം തന്നെത്താനെ നമുക്ക് പ്രകടമാവും. വരുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഹാർട്ട് പ്ലസിന്റെ ഏറ്റവും വലിയ ലാളിത്യം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവരും വീണ്ടും വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ 21 രാത്രി 8 മണിക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ വെൽക്കം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.